എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി കെ തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ആഫ്റ്റർ ദ വാർ, യുദ്ധാനന്തരം എന്താണെന്നുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒരു യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഈ യുദ്ധക്കെടുതികൾ അനുഭവിക്കാത്തവർ കൂടുതൽ ഇന്ന് ഇന്ത്യയിലുണ്ട്. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ. അതായത് നമ്മുടെ പഞ്ചാബ്, കശ്മീർ ഇങ്ങനെയുള്ള ബോർഡറിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിർത്തികളുള്ള ഭാഗങ്ങൾ. ഞാൻ 1962 ഓപ്പറേഷനിൽ 62 ഓപ്പറേഷനിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ഞാൻ സിയാൽകോട്ട് സെക്ടറിലായിരുന്നു, മുൻനിരയിലായിരുന്നു. 18 മദ്രാസ് റെജിമെൻറ്റിലായിരുന്നു ഞാൻ സർവീസ് ചെയ്യുന്നത്. ശരിക്കും ആ യുദ്ധത്തിൻ്റെ തുടക്കവും അവസാനം വരെ എനിക്കതിൽ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. ഈ യുദ്ധത്തിന് ഞങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ച ചില കാഴ്ചകൾ. ഈ വഴിയോരം അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ അവരുടെ കിടപ്പാടങ്ങളും ഉപേക്ഷിച്ച്, അവരുടെ കൃഷിസ്ഥലങ്ങളും ഉപേക്ഷിച്ച് അവർ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മടങ്ങുന്ന രംഗങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാണാൻ ബുദ്ധിമുട്ട് തോന്നിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഒരു ചിലർ അവരുടെ ആടുമാടുകളെ, അവർ കൃഷി ഉപയോഗിക്കുന്ന മൃഗങ്ങളെയൊക്കെ കൂടെ കൊണ്ടുവരുന്നത്, ഒരു ചിലർ അത് ഉപേക്ഷിക്കുകയുമായിരുന്നു. ഒരു സഡനായിട്ടുണ്ടാകുന്ന യുദ്ധസന്നാഹങ്ങൾക്ക് നമുക്ക് അത്ര വേഗം ആൾക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ പറ്റില്ല. ഒരു യുദ്ധം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് എവിടെ നിന്നാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആർക്കും പറയാൻ സാധിക്കില്ല. അത് ഒരു യുദ്ധ ടാക്ടിക്സാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഇതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, എന്തിനാണ് അവർ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നത്? കാരണം അവർ ജനറേഷനായി, യുഗാന്തരങ്ങളായി അത് അവരുടെ കൃഷിസ്ഥലം, അവർ ജനിച്ചു വളർന്ന സ്ഥലങ്ങളാണ്. ഇടയ്ക്ക് ചില യുദ്ധങ്ങൾ അവർ കണ്ട് പരിചയമുള്ളവരാണ്. എന്നാൽ അന്നത്തെ യുദ്ധത്തിൻ്റെ ടാക്ടിക്സും ഇപ്പോഴുള്ള ടാക്ടിക്സും വളരെ വ്യത്യാസമാണ്. അഫ്കോഴ്സ് ഈ ബോർഡറിൽ കൂടുതൽ എഫക്റ്റ് ആകും, കാരണം അവിടെ നേർക്കുനേറുള്ള ഫൈറ്റിംഗ് ആണ്. എന്നാൽ ഇപ്പോൾ ഈ അതിർത്തിയിൽ ഇവർക്കുണ്ടാകുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇൻസൈഡ്, അതായത് ദൂരദേശങ്ങളിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. കാരണം ഇപ്പോഴെല്ലാം ഉള്ള ആമിനേഷൻ വളരെ അഡ്വാൻസ് ആയിരുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി കൺട്രോൾ ചെയ്യുന്ന വെപ്പൺസാണ്. അതിന് റേഞ്ചും അധികമാണ്. ഞൊടിയുടെ കൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തി അത് നാശം വിതയ്ക്കുന്നു. അപ്പോൾ അതെവിടെ ഇരുന്നാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എപ്പോഴും എവിടെയും ഉണ്ടാകും. കാരണം അത്ര റേഞ്ചസ് ഉള്ള വെപ്പൺസ് എല്ലാവരുടെ കയ്യിലുമുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതുപോലെ ഒരു പക്ഷേ അതിൽ റേഞ്ച് കുറഞ്ഞതും ശത്രുപാളയങ്ങൾക്കും ഉണ്ടാകാം എന്ന് നമ്മൾ കരുതണം. ഇനി ഒരു യുദ്ധം ജയിക്കാൻ ഇതിൽ പല ടാക്ടിക്സും രണ്ടു കൂട്ടർ ഉപയോഗിക്കും. അതിലാര് ബുദ്ധി കൂടുതൽ ഉപയോഗിക്കുന്നോ, ആരാണ് കൂടുതൽ ടാക്ടിക്സ് അതിൽ കാണിക്കുന്നു, അവർ തീർച്ചയായിട്ടും ജയിക്കും. എന്നാൽ മുൻകാലങ്ങളിലെ പോലെയല്ല ഇപ്പോഴും. ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അത്ര വേഗം സീസ് ഫയർ ആകാൻ സാധിക്കില്ല. അതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ റഷ്യൻ യുക്രൈൻ ഇതുവരെ ഒന്നും ആയില്ല. ദെൻ ഇസ്രയേൽ, യമൻ, സിറിയ,
ഹമാസ് ഇതിങ്ങനെ തുടരുകയാണ്. എന്നാൽ ഈ ഒരു സ്റ്റേജ് ഇന്ത്യക്കാരായ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ഒത്തിരി പുരോഗതി ആർജിച്ച ഒരു രാജ്യമാണ്. അത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ലെവലിലെത്തിയത്. അതിന് ഒത്തിരി നാളുകളെടുത്തു. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇതിനെയെല്ലാം തകർക്കുന്ന രീതിയിൽ ഒരു ഡിസിഷൻ നമുക്ക് വേഗം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തുടങ്ങും 24 മണിക്കൂർ 34 മണിക്കൂർ എന്ന് പാകിസ്ഥാൻ പറയുന്നു. നമ്മുടെ ഗവൺമെൻറ് സേനാംഗങ്ങളെ വിളിച്ച് അവരുടെ സേനാധിപന്മാരോട് നമുക്ക് ഏത് രീതിയിലും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് ഒരു വിശ്വാസമാണ്. പക്ഷെ നമ്മുടെ സേനാധിപന്മാർ രാജ്യത്തിൻ്റെ സുരക്ഷിതയും ജനങ്ങളുടെ സുരക്ഷിതത്വം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിന് ഒരു പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങുക, ടിഗർ അമർത്തുക. ഒരു ടിഗർ അമർത്തുമ്പോൾ ഒരു തീഗോളം അവിടെ ഉണ്ടാകും തീർച്ചയായിട്ടും. പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഒരു പക്ഷേ ഒരു നിറ പോലും ഒഴിക്കാതെ, ഒരു ബുള്ളറ്റ് പോലും പായിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ പ്ലാനിങ് പ്രോപ്പറാണെങ്കിൽ നമുക്ക് അനായാസം ഈ യുദ്ധത്തെ എല്ലാം നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണ്. എന്താ വെച്ചാൽ നത്തിങ്, ശരിക്കൊരു പീനട്സാണ്. അവരുടെ നാക്കുകൊണ്ടുള്ള ബോംബാണ്, നാക്കുകൊണ്ടുള്ള ഭീഷണികളാണ്. ബട്ട് നമുക്കതൊന്നും ചെയ്യാൻ പാടില്ല. ബട്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡല്ല. നമ്മൾ വേറെ ലെവലിൽ ചിന്തിക്കുന്നവരാണ്. നമ്മൾ യുദ്ധം ഇഷ്ടപ്പെടുന്നവരല്ല. നമുക്കതിൻ്റെ ആവശ്യവുമില്ല. കാര്യം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഇത് ആഫ്റ്റർ എഫക്റ്റ് അറിയാത്ത വല്ല നാട്ടുകാരുടെ ക്യാഷും വാങ്ങി കുറേ ഭീകരന്മാരെയും വാർത്തെടുത്ത് ഏതെങ്കിലും രാജ്യം നമ്മുടെ ഇന്ത്യയിൽ തള്ളിവിട്ട് അതിൽ ലാഭം കൊയ്യാൻ ഇരിക്കുന്ന ചില ആൾക്കാരാണ് ഇന്ത്യയുമായിട്ട് എപ്പോഴും ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർക്ക് അതുകൊണ്ടൊരു ഫലവും കാണില്ല. അവർ നശിക്കത്തേ ഉള്ളൂ. കഴിയുന്നതും നമ്മൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി നമ്മൾ അങ്ങേയറ്റം വരെ നോക്കും. ഇനി അറ്റ് ദ എൻഡ് ഒന്നും സാധിച്ചില്ലെങ്കിൽ പിന്നത് തീർക്കുക തന്നെയാണ്. പിന്നെ അവിടെ ഒരു എക്സ്ക്യൂസും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ അവരുടെ നാശമാണ് നമ്മുടെ ആവശ്യം. പിന്നെ ഒരിക്കലും അവർ ഉണർന്ന് നമ്മുടെ നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല. ആ ഒരു സ്റ്റേജാണ്. അത് സ്റ്റേജിൽ എത്താതിരിക്കട്ടെ. അങ്ങനെ എത്തിയാൽ ഈ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം പിന്നെ ഉണ്ടാവില്ല. നമുക്കതിൽ ഒരു പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, എത്ര ഇതാണേലും. അതുകൊണ്ട് നമുക്ക് കഴിയുന്നതും മാക്സിമം നമ്മൾ സമാധാനം ആഗ്രഹിക്കാം. സമാധാനത്തിലൂടെ നമുക്ക് യുദ്ധം പ്രഖ്യാപിക്കാം. ഒരു ഷെല്ല് പോലും പായ്ക്കാതെ തന്നെ യുദ്ധം ചെയ്യിക്കാൻ നമുക്ക് ഉള്ളൊരു ബുദ്ധി ഈശ്വരൻ നമുക്ക് തന്നിരിക്കും. നമുക്ക് രക്തച്ചൊരിച്ചിൽ വേണ്ട. അത് നമ്മുടെ ഒരു രീതിയല്ല. ഭീകരവാദവും നമ്മുടെ രീതിയല്ല. നമുക്ക് ഒരു ഭീകരവാദികളെ നമ്മൾ വളർത്തേണ്ട. നമ്മൾ ഒരു ഭീകരവാദികളും മറ്റൊരു രാജ്യത്ത് അയച്ച് അവിടെ കോലാഹലം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഇപ്പം നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന പാകിസ്ഥാൻ 4 വശത്തും മൊത്തം ബുദ്ധിമുട്ടുകളാണ്. അവരുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ വയ്യാത്തൊരു അവസ്ഥയിൽ അവരെത്തിക്കഴിഞ്ഞു. അവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വല്ലയിടത്തും ഇരുന്നവർക്ക് എന്തെങ്കിലും അനൗൺസ് ചെയ്യണം, ഞങ്ങളിവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അതവരുടെ ആ നാക്കിൻ്റെ ശക്തി ഉള്ളിടത്തോളം കാലം അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറഞ്ഞുകൊട്ടെ. അവരുടെ ആ ഒരു പ്രഖ്യാപനങ്ങളും അവരുടെ ഈ വകതിയില്ലായ്മയുള്ള ഡിസിപ്ലിൻ ഇല്ലാത്ത ഈ ടോക്സും കേട്ട് നമുക്കുടൻ തന്നെ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രകൃതിയായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ സിന്ധു നദി, അത് തന്നെ നമുക്ക് ഈശ്വരൻ തന്നൊരു വരദാനമാണ്. അത് മാത്രം മതി.
നമ്മുടെ സമ്പദ്ഘടനയ്ക്കും നമ്മുടെ ജവാന്മാർക്കും നമ്മുടെ ആൾക്കാർക്കും ആർക്കും ഒരു പോറലും ഏൽക്കില്ല. അത് പ്രകൃതി തന്നെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർക്കുള്ള ശിക്ഷ കൊടുത്തുള്ളൂ. നമുക്ക് കാണാം, വളരെ വൈകാതെ തന്നെ. സോ അതുവരയ്ക്കും നമ്മളൊന്ന് സമാധാനം ആഗ്രഹിക്കാം. സോ നമ്മുടെ ഗവൺമെൻറ് എല്ലാ രീതിയിലുള്ള പെർമിഷൻസും നമ്മുടെ സേനാംഗങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഏത് സമയത്ത് എപ്പോഴും അവർക്ക് എന്തും ചെയ്യാം, അതിനുള്ള ഫ്രീഡം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ സേനാംഗങ്ങൾ നമ്മളെത്ര പെർമിഷൻ അവർ ശ്രദ്ധിക്കേണ്ടത് അവരതേ ചെയ്യത്തുള്ളൂ. അവരുടെ രാജ്യത്തെയും അവരുടെ പ്രജകളെയും സുരക്ഷിത വലയത്തിലാക്കിയായിരിക്കും അവരെന്തെങ്കിലും ഒരു തുടക്കം കുറിക്കുക. അതിലൂടെ നമുക്ക് വലിയ നാശങ്ങളൊന്നും ഉണ്ടാകില്ല. ഇത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. നമുക്ക് യുദ്ധം വേണ്ട, നമുക്ക് സമാധാനം മതി. നമ്മൾ ഇന്ത്യൻസാണ്. നമ്മുടെ ഗ്രന്ഥങ്ങൾ സ്നേഹത്തെക്കുറിച്ചാണ് പറയുക, അഹിംസയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് അത് തന്നെ പിന്തുടരാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഉയർന്നുകൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകൂ. നമ്മളിപ്പോൾ ഉയർച്ചയുടെ പാതയിലാണ്. ഇനിയും അത് തന്നെ ഉണ്ടാകണം. നമുക്ക് ആരെയും ഹിംസിക്കേണ്ട, നമുക്ക് സ്നേഹിക്കാം. ഇനി നമുക്കൊരു യുദ്ധം വേണ്ട എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സമാധാനവും ശാന്തിയോടെ നമ്മുടെ ഈ ഭാരതം മുമ്പോട്ട് പോകും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.